നമസ്കാരം. വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകും തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു. നമ്മൾ പലതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാക്ടിക്കലായിട്ട് അതുവരെ ഒരു കർഷക സമിതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം നടന്നിരുന്നില്ല. ഇവിടെ നമ്മൾ നെൽകൃഷി ചെയ്തപ്പോൾ തന്നെ നിരവധി ആളുകൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഞങ്ങൾ പണ്ട് ചെയ്തിട്ട് കൈ പൊള്ളിയതാണ്, വെറുതെ കാശ് കളയണ്ട, അങ്ങനെ പല രീതിയിൽ. അവസാനം പറഞ്ഞത് സിനിമയിൽ നിന്നുള്ള എൻ്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതെന്നാണ്. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആളുകൾക്ക് എന്നെ പറ്റി നല്ല മതിപ്പാണല്ലോ. കാരണം കള്ളപ്പണമൊക്കെ ഉള്ള ആള് 30-35 വർഷമായി ഞാൻ സിനിമയിൽ. എന്നിട്ട് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു പണി ഞാൻ വേറെ കണ്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെ ഉത്സാഹം കാരണം നമ്മൾ 26 കർഷകർ ചേർന്നിട്ടുള്ള ഒരു സമിതി ഉണ്ടാക്കി. അവർ തന്നെയാണ് ഇനീഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നടത്തിയത്, കൃഷി വകുപ്പ്. അഡ്വക്കേറ്റ് ജയശങ്കർ, പുതിയ ഒരു ജീവിത സംസ്കാരം കേരളത്തെ പഠിപ്പിക്കുന്ന നടൻ ശ്രീനിവാസനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇങ്ങനെ വ്യത്യസ്തനായ ശ്രീനിയെ കേരളത്തിലെ രാഷ്ട്രീയത്തിന് അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ ധാരാളം അവതരിപ്പിക്കാൻ CPM ഇടതുപക്ഷ മുന്നണിയും ശ്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1987 ഇതുപോലൊരു സാഹചര്യത്തിൽ ഒട്ടേറെ പുതുമുഖങ്ങളെ അവതരിപ്പിച്ചു. പിന്നീട് 1996 ഇതേ പരീക്ഷണം ആവർത്തിച്ചു. ഒരു പക്ഷേ ഇത്തവണയും അതുപോലെ ഒരു പരീക്ഷണത്തിനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നസെൻറ്റിനെ വിജയകരമായി പരീക്ഷിച്ച സാഹചര്യം. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളാണ്. ഇടതുപക്ഷത്തോട് ഹൃദയപരമായ ഐക്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്ന മണ്ഡലത്തിൽ മാത്രമല്ല, പൊതുവെ ഇടതു മുന്നണിക്ക് ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് തീരാൻ സാധ്യതയുണ്ട്. തൃപ്പൂണിത്തുറയിൽ ശ്രീനിവാസൻ സ്ഥാനാർത്ഥി എന്ന നാളത്തെ വാർത്തയുടെ രാഷ്ട്രീയ യുക്തി എന്താണ്? തൃപ്പൂണിത്തുറ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നല്ല, ആകെ 2 മണ്ഡലങ്ങളേ ഉള്ളൂ. എടുത്തു പറയാനായിട്ട് എറണാകുളം ജില്ലയിൽ 2 മണ്ഡലങ്ങൾ, ഒന്ന് പറവൂരും മറ്റേ തൃപ്പൂണിത്തുറയാണ്. സംഗതി വശാൽ ഇത് രണ്ടും ഇപ്പോൾ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റുകളായിട്ട് മാറിയിരിക്കുകയാണ്. പറവൂരിൽ സ്ഥിരമായിട്ട് VD സതീശൻ ജയിക്കുന്നു. 96 സതീശൻ ആദ്യം മത്സരിക്കുന്ന, അത്തവണ തോറ്റുപോയി. 2001 മുതൽക്ക് അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പറവൂരല്ല ഇന്നത്തെ പറവൂർ. ഇന്ന് പറവൂര് വലിയ ഒരു ഇടതുപക്ഷ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. പുനർവിഭജനത്തിന് ശേഷം പഴയ വടക്കേക്കരയുടെ CPMകാർ കൂടുതലുള്ള ഒരു പ്രദേശം കൂടി ഈ പറവൂരിനോട് ചേർന്ന് കോൺഗ്രസ്സുകാർ കൂടുതലുള്ള ഭാഗം കളമശ്ശേരി മണ്ഡലത്തിലേക്ക് പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് സതീശനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് തൃപ്പൂണിത്തുറയുടെ സ്ഥിതി. തൃപ്പൂണിത്തുറ പണ്ടുകൂടെ ചരിത്രകാലം മുതൽക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണ്. 1957 തെരഞ്ഞെടുപ്പ് തൊട്ട്, അന്ന് കണയന്നൂർ എന്നായിരുന്നു മണ്ഡലത്തിൻ്റെ പേര്. അന്ന് TK രാമകൃഷ്ണൻ ജയിച്ചു. 60 വീണ്ടും TK രാമകൃഷ്ണൻ ജയിച്ചു. അന്ന് എറണാകുളം ജില്ലയിൽ ആകെ ജയിച്ച സ്ഥാനാർത്ഥി രാമകൃഷ്ണൻ മാത്രമായിരുന്നു. 67 ഒക്കെ ആ വിജയം ആവർത്തിച്ചു. അങ്ങനെ ഒരു പിന്നീട് തൃപ്പൂണിത്തുറ ആയിരുന്നപ്പോഴും CPMൻ്റെ ഒരു കോട്ടയായിട്ട് തന്നെ കരുതപ്പെട്ടിരുന്നു. പക്ഷേ ആ മണ്ഡലം 1991 തെരഞ്ഞെടുപ്പിലാണ് ബാബു ആദ്യമായിട്ട് ജയിക്കുന്നത്. അന്ന് പിന്നെ രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ച ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ എതിർ സ്ഥാനാർത്ഥി MM ലോറൻസ് ആയിരുന്നു. ലോറൻസ് ചേട്ടൻ വലിയൊരു നേതാവാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പുള്ളിംഗ് പവർ കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തോൽക്കുകയും ബാബു ജയിക്കുകയും ചെയ്തത്. പക്ഷേ അടുത്ത തവണ ആയപ്പോഴത്തേക്കും ബാബു അവിടെ വളരെ സെറ്റിൽ ചെയ്തു. പിന്നീട് CPM പല സ്ഥാനാർത്ഥികളെ മാറി മാറി പരീക്ഷിച്ചു. ഗോപി കോട്ടമുറിക്കിൽ മത്സരിച്ചു. പിന്നീട് KN രവീന്ദ്രനാഥിനെ പരീക്ഷിച്ചു. ഏറ്റവും ഒടുവിൽ ദിനേശ് മണിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഇവരെല്ലാവരും, അവർക്ക് ആർക്കും ബാബുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ പുനർവിഭജനത്തിന് ശേഷം ഇത് വീണ്ടും അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം വർദ്ധിച്ചു. കാരണം എന്താ വെച്ചാൽ പഴയ പള്ളുരുത്തിയുടെ CPMകാർ കൂടുതലുള്ള ഭാഗം ഇതിനോട് ചേർക്കുകയും കോൺഗ്രസ്സുകാർക്ക് പ്രാമുഖ്യമുള്ളൊരു വലിയ പ്രദേശം തൃക്കാക്കര മണ്ഡലമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ തൃപ്പൂണിത്തുറ വലിയ ഇടതുപക്ഷ മണ്ഡലമാണ്. ആ മണ്ഡലം പക്ഷേ എന്ത് ചെയ്തിട്ടും CPMന് ജയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു പരീക്ഷണത്തെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നത്. പിന്നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPMനുള്ള ഏറ്റവും വലിയ പരാധീനത പ്രസൻറ്റബിളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വളരെ കുറവാണ്. കഷ്ടിച്ച് ഒരു സാജു പോൾ അല്ലെങ്കിൽ ശർമ്മ കഴിഞ്ഞാൽ പിന്നെ അധികം പേരും നിന്നാൽ ജയിക്കാൻ പറ്റാത്ത സ്ഥാനാർത്ഥികളാണ്.
പിന്നെ ബാബു ആണെങ്കിൽ വലിയ ജനബന്ധമുള്ള ആളാണ്. അദ്ദേഹം എവിടെ ഏത് കല്യാണത്തിനും അടിയന്തരത്തിനും ചാത്തത്തിനും കൊച്ചിൻ്റെ ചോറൂണിനും നൂലുകെട്ടിനും ഒക്കെ എത്തുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ബന്ധം വളരെയധികം ഉണ്ട്. മണ്ഡലത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. നാട്ടിലുള്ള എല്ലാ റോഡും കുഴിയായിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിനാണെങ്കിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതിൽ മാത്രമേ താല്പര്യമുള്ളൂ. ഇപ്പോൾ ബാർക്കോടയിലൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഒരു വിപ്രതിപത്തി ജനങ്ങളുടെ ഇടയിൽ ഉണ്ട്. സ്വദേശം കണ്ണൂരാണെങ്കിലും ശ്രീനിവാസൻ വർഷങ്ങളായിട്ട് ഉദയംപേരൂരിനടുത്തുള്ള സ്ഥലത്താണ്, കണ്ടനാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന ആരോപണം ശ്രീനിവാസിൻ്റെ പേരിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. അല്ല, അതിപ്പോൾ അല്ലെങ്കിൽ തന്നെ ശ്രീനിവാസനെ പോലുള്ള ഒരാൾക്ക് കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിക്കാം. അദ്ദേഹം നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ മത്സരിച്ചാൽ പോലും ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന് ആരും പറയില്ല. കാരണം അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ്. ഓരോരുത്തർക്കും അവരവരുടെ കുടുംബാംഗത്തെ പോലെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നടൻ എന്നുള്ള നിലക്കുള്ള പ്രതിച്ഛായി സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരനേക്കാൾ സാധാരണക്കാരൻ എന്ന രീതിയിലുള്ളതാണ്. ശ്രീനിവാസന് ഇന്നസെൻറ്റിനൊക്കെ ഉള്ളൊരു സൗകര്യം അവർക്ക് ഈ വലിയ ജനസ്വീകാര്യതയുണ്ട്, മറ്റു രീതിയിലല്ല. പിന്നെ മാത്രമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ അല്ല എങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നടൻ എന്ന രീതിയിൽ തന്നെ ഒരു പ്രതിബദ്ധതയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ തന്നെ ആ പ്രതിബദ്ധത, അദ്ദേഹം കഥ എഴുതിയ സിനിമകളിൽ ഒക്കെ തന്നെ അത് കാണുന്നുണ്ട്. ആ രീതിയിലൊരു വലിയ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനാണ്. വെറും ഒരു സിനിമാ നടൻ, ഒരു താരം എന്ന രീതിയിലുള്ള ഒരു പരിപ്രേക്ഷ്യമുള്ള ആളല്ല. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് തന്നെ അതല്ല. സാധാരണക്കാരനായ ഒരാൾ, നമ്മുടെ അയൽവക്കത്ത് കാണുന്ന ഒരാൾ, നമ്മുടെ വീട്ടിലെ ഒരു അംഗം, ആ രീതിയിലുള്ളൊരു സ്വീകാര്യത ശ്രീനിവാസനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി എന്നൊന്നും പറഞ്ഞാൽ ആർക്കും പുച്ഛിക്കാനോ പരിഹസിക്കാനോ പറ്റിയില്ല. ഈ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ശരിക്കും എന്താണ്? തൃപ്പൂണിത്തുറ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോഴും ഒരു ഇടതുപക്ഷ കോട്ട എന്ന് പറയാവുന്ന സ്ഥലമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ജയിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു കാരണം ബാബുവിൻ്റെ വലിയ ജനപ്രീതിയാണ്. രണ്ടാമത്തെ കാരണം CPM-ൻ്റെ സംഘടനാപരവും അതുപോലെ മറ്റു തരത്തിലുള്ള ദൗർബല്യമാണ്. ഇപ്പോൾ KN രവീന്ദ്രനാഥ് മത്സരിച്ച തവണ അദ്ദേഹം ഒരുപക്ഷെ ജയിക്കുമായിരുന്നു. പക്ഷേ അത്തവണയും CPM-ൽ തന്നെ ചില ആളുകൾ അദ്ദേഹം ജയിക്കണമെന്ന് വലിയ നിർബന്ധമില്ല എന്ന രീതിയിൽ പ്രചരണം നടത്തുകയും അതുകൊണ്ട് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ പാർട്ടിക്ക് വലിയ മുൻതൂക്കം കിട്ടുമായിരുന്ന ചില കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടാതെ പോവുകയും അങ്ങനെ അദ്ദേഹം പരാജയപ്പെടുകയും ചെറിയ വ്യത്യാസത്തിലാണ് തോറ്റത്. മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൽ, അതായത് 2006 തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും LDF ജയിച്ചു. അതുവരെ ജയിക്കാത്ത കോതമംഗലം മണ്ഡലത്തിൽ പോലും ജയിച്ചു. കോതമംഗലമൊക്കെ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സീറ്റാണ്. കോതമംഗലം അങ്കമാലിയാണ് UDF-ൻ്റെ ഏറ്റവും വലിയ 2 കോട്ടകൾ. ആ അങ്കമാലിയിലും കോതമംഗലത്തും വരെ LDF ജയിച്ചപ്പോഴും LDF-ന് ഏറ്റവും പ്രാമുഖ്യമുള്ള ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലും അതുപോലെ പറവൂർ മണ്ഡലത്തിലും ജയിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെയാണ് നമ്മുടെ ഈ ജനാധിപത്യത്തിലെ ചില വൈപരീത്യങ്ങൾ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ രവീന്ദ്രനാഥിനെ പോലെ പ്രബലനായ ഒരാൾ മത്സരിക്കുമ്പോൾ ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും മന്ത്രിയാകും എന്ന ഒരു ധാരണ കൂടി ഉണ്ടായിരുന്നു. ആ ധാരണ നിലനിൽക്കുന്നതുകൊണ്ടുകൂടിയാണ് വേറെ ചില മന്ത്രിപദ മോഹികൾ അദ്ദേഹം ജയിക്കണമെന്ന് നിർബന്ധമില്ല എന്ന രീതിയിലുള്ള ഒരു ചെറിയ അടിവലിവ് നടത്തി എന്നാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നത്. ഏതായാലും ലോറൻസ് രവീന്ദ്രനാഥിനെ പോലുള്ള വലിയ നേതാക്കന്മാർ, പിന്നെ ഗോപി കോട്ടമുറിയെ പോലെ ശക്തരായ ആളുകൾ, പിന്നീട് സിറ്റിംഗ് MLA ആയിരുന്ന ദിനേശ് മണി, ഇവരൊക്കെ തോറ്റ സ്ഥലമാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ തൃപ്പൂണിത്തുറ തിരിച്ചു പിടിക്കാനുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം ജില്ലാടിസ്ഥാനത്തിൽ മാത്രമല്ല സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയുടെ ഒരു ആവശ്യമാണ്. തൃപ്പൂണിത്തുറ ഒരു CPM കോട്ടയായിരുന്നിട്ട് പോലും MM ലോറൻസും അതുപോലെ തന്നെ KN രവീന്ദ്രനാഥും ഗോപി കോട്ടമുറിക്കൽ, K ചന്ദ്രൻപിള്ള, അതുപോലെ CN ദിനേശ് മണി എന്നിവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടും അവിടെ ജയിച്ചില്ലല്ലോ. അത് ജയിക്കാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം, പിൽക്കാലത്ത് വിഭാഗീയത അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിലും പ്രധാനമായിട്ട് ബാബുവിൻ്റെ ഒരു ജനസ്വീകാര്യതയായിരുന്നു. ബാബു 1991 അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരാജയം ഏതാണ്ട് സുനിശ്ചിതമാണ്. കാരണം അത്രയും ഒരു ഉറച്ച മണ്ഡലമാണ്. മാത്രമല്ല അന്നത്തെ സിറ്റിംഗ് MLA പ്രബലനായ V വിശ്വനാഥ മേനോനായിരുന്നു. വിശ്വനാഥ മേനോൻ്റെ മണ്ഡലത്തിൽ വ്യാപകമായ ബന്ധുബലവും മറ്റു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു സാമാജികനും അന്ന് മന്ത്രിയുമായിരുന്നു, ധനകാര്യ മന്ത്രിയുമായിരുന്നു. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ ബാബുവിൻ്റെ പൊടി പോലും ഉണ്ടാവില്ലായിരുന്നു കണ്ടുപിടിക്കാൻ. ഏതാണ്ട് VK രാജനെതിരെ മത്സരിച്ച KP ധനപാലിൻ്റെ അവസ്ഥ വരുമായിരുന്നു. പക്ഷേ ബാബുവിന് കിട്ടിയ ഒരു ഭാഗ്യം, ഒന്നാമത് വിശ്വനാഥ മേനോനെ പാർട്ടി പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചു. പാർലമെൻറ്റിലേക്ക് തോറ്റുപോയി, അത് വേറെ കാര്യം. പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചു എന്ന് മാത്രമല്ല അതേ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് MM ലോറൻസിനാണ് കിട്ടിയത്. ലോറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുള്ളിംഗ് പവർ ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വലിയ നേതാവാണ്, ഒരുപാട് ത്യാഗമൊക്കെ അനുഭവിച്ച ആളാണ്, പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവും ചിന്തകനുമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് അവഗാഹമുള്ള ആളാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും
ലോറൻസിന് ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ്, അതിന് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കഴിവ് കുറവാണ്. എന്നാലും ലോറൻസ് ജയിക്കുമായിരുന്നു, സ്ഥലം തൃപ്പൂണിത്തുറയായിരുന്നുണ്ട്. മാത്രമല്ല 91 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്. മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ വളരെ ശക്തമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിലുണ്ടായ ഏറ്റവും വിജയകരമായ ഗവൺമെൻറ്റായിരുന്നു ഈ 87 തൊട്ട് 91 വരെ നിലവിൽ നിന്ന നായനാരുടെ സർക്കാർ. ആ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ നിയമസഭ പിരിച്ചുകൊണ്ട് പോയാൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 36 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ ശ്രീ പെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. അതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഒരു 3 ആഴ്ചത്തേക്ക് മാറ്റി. ആ മാറ്റിവെച്ച സമയത്ത് എന്താ ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം കൊണ്ടുനടന്ന് ഇവിടെ വലിയൊരു സഹതാപ തരംഗം ഉണ്ടാക്കി. ആ ലോറൻസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു എന്നുള്ളതും സഹതാപ തരംഗവും കൂടി ചേർന്നിട്ടാണ് ബാബു ജയിക്കുന്നത്. പിന്നെ സാമുദായികമായിട്ട് ഒരു ചെറിയ ചേരിതിരിവ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഈഴവ സമുദായക്കാരനാണ് ബാബു. ഈഴവ സമുദായക്കാർക്ക് വലിയ ഒരു മേൽക്കൈയുള്ള സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ആദ്യത്തെ ജയം നേടിയത് ഇങ്ങനെ ഒരു തരംഗത്തിൽ ജയിച്ചതാണ്. അത് സ്വാഭാവികമായിട്ടും റീറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക് പ്രാമുഖ്യമുള്ള തൃപ്പൂണിത്തുറയിൽ. പക്ഷേ ബാബു അവിടെ ഉറച്ചു നിൽക്കുകയും അദ്ദേഹം ഈ വീടാന്തരം കയറി ആളുകളുമായിട്ട് സ്നേഹം സമ്പാദിക്കുന്ന ഒരു രീതിയിൽ ഏർപ്പെട്ടു. എവിടെ കല്യാണം ഉണ്ടെങ്കിലും അടിയന്തരം ഉണ്ടെങ്കിലും വിളിച്ചില്ലെങ്കിലും ആരും മരിച്ചില്ലെങ്കിലും ബാബു ഉണ്ടാവും. അങ്ങനെ MLA എറണാകുളം ജില്ലയിൽ അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു MLA ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ആയിക്കോട്ടെ CPM ആയിക്കോട്ടെ ഇങ്ങനെ വീട് കയറി തിരങ്ങുന്ന ഒരു MLA നമ്മൾ എറണാകുളം ജില്ലക്കാർ ആദ്യം കാണുന്നത് ബാബുവിനെയാണ്. പിന്നെ ബാബുവിനെ അനുകരിക്കാൻ ഒരുപാട് ആളുകളുണ്ടായി. പിന്നെ CPMകാർ തന്നെ ഏറെക്കുറെ ഒരു ബാബുവിൻ്റെ ശൈലി ക്രമാനുഗതമായി കടമെടുക്കുന്നത് കണ്ടു. പക്ഷേ 91 ബാബു ഉണ്ടാക്കിയ ഒരു വിപ്ലവം എന്ന് പറയുന്നത് ഈ തിണ്ണ തിരങ്ങുന്ന MLA എന്ന സങ്കല്പം എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി എന്നല്ല. 96 ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുള്ള തരംഗമായിരുന്നു. എതിർ സ്ഥാനാർത്ഥി ഗോപി കോട്ടമുറി പ്രബലനായിരുന്നു. എന്നിട്ടും അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തത്. ബാബു തന്നെ ജയിച്ചു. ഗോപി കോട്ടമുറിയെ തോൽപ്പിച്ചു, പിന്നെ ചന്ദ്രപിള്ളയെ തോൽപ്പിച്ചു, പിന്നെ രവീന്ദ്രനാഥിനെ തോൽപ്പിച്ചു, ഏറ്റവും അവസാനം ദിനേശ് മണിയെ തോൽപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ വിജയങ്ങൾക്ക് പുറകെ വിജയങ്ങൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2006 VS തരംഗം അടിച്ചപ്പോൾ VS തരംഗം വളരെ പ്രബലമായിരുന്നു. ഒരുമാതിരിപ്പെട്ട വൻ മരങ്ങളൊക്കെ കടപുഴകിപ്പോയി. അതുപോലും നഷ്ടപ്പെടുമ്പോഴും ഇദ്ദേഹം തൃപ്പൂണിത്തുറയിൽ ജയിക്കുകയാണ്. ആ തരംഗത്തെയും പ്രതിരോധിച്ചു, അതിനെയും അതിജീവിച്ചു. അപ്പോൾ അതിജീവിച്ചതിൻ്റെ കാരണം ഈ രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധവും പിന്നെ പാർട്ടിക്കകത്തുള്ള ചില അടിവലിവുകളും വിഭാഗീയതയും ഇതുപോലെ ഇന്ന ആൾ ജയിക്കേണ്ട ആവശ്യമില്ല എന്ന തോന്നലുമൊക്കെ വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ എറണാകുളത്ത് ലോറൻസ് നോക്കുന്നു. എറണാകുളത്ത് തോറ്റതിൽ അത്ഭുതമില്ല. ഒന്നാമത് ലോറൻസാണ്, രണ്ടാമത് എറണാകുളമാണ്. എറണാകുളം പൊതുവെ ഒരു കോൺഗ്രസിന് മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തൃപ്പൂണിത്തുറയിൽ രവീന്ദ്രനാഥ് തോൽക്കും. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ ഈ രണ്ട് മുതിർന്ന നേതാക്കന്മാർ ജയിച്ചാൽ പാർട്ടിയിലെ അത്ര തന്നെ മുതിരാത്ത ചില നേതാക്കന്മാരുടെ മറ്റ് സാധ്യതകൾ നഷ്ടപ്പെടും എന്ന തോന്നലിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തൃപ്പൂണിത്തുറ ഒരുപാട് കാലമായിട്ട് കൈവിട്ടു പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാബു ജയിച്ചാൽ മണ്ഡലം പുനർവിഭജനം നടത്തി പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവം വർദ്ധിച്ചു. പണ്ടേ ഇടതുപക്ഷമാണ്, ഇപ്പോൾ കൊടിയ അല്ലെങ്കിൽ കടുത്ത ഇടതുപക്ഷമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നിട്ടും ജയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു ഇടതുപക്ഷത്തിൻ്റെ മേൽക്കോയ്മയുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇത്തവണ ആ തൃപ്പൂണിത്തുറയിൽ ജയിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. മാത്രമല്ല പഴയ ബാബുവല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജൊക്കെ വളരെ മോശമായി. ഒന്ന് മണ്ഡലത്തെ തീരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളിവിടുന്ന് റോഡ് മാർഗ്ഗം യാത്ര ചെയ്യുകയാണെങ്കിൽ എറണാകുളം മണ്ഡലം കഴിഞ്ഞു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നു എന്ന് മനസ്സിലാവുന്ന വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് പെട്ടെന്ന് കുഴിയിൽ ചാടും. പിന്നെ നമ്മൾ തിരുവാങ്കുളത്ത് എത്തി പിറവം മണ്ഡലത്തിൽ പ്രവേശിച്ചു എന്ന് അറിയണമെങ്കിൽ വെച്ചാൽ വണ്ടി പിന്നെ സ്മൂത്തായിട്ട് ഓടാൻ തുടങ്ങും, കാരണം റോഡ് നല്ലതാണ്. അങ്ങനെ തൃപ്പൂണിത്തുറ മൊത്തം അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് കണ്ടു. മുനിസിപ്പാലിറ്റി ഏരിയയിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്, 2-ാം സ്ഥാനത്ത് BJP ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഇദ്ദേഹത്തോടുള്ള ഒരു വലിയ വിപ്രതിപത്തിയാണ്. ആളുകൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ പരിധിയും പരമാവധിയും കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയെ CPM കണ്ടുപിടിച്ച് നിർത്തേണ്ടത് ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. വല്ല തല്ലിപ്പുളികൾ ഏഴാങ്കൂലികളൊക്കെ നിർത്തിയാൽ ഇനിയും പഴയ തന്നെ ആവർത്തിക്കും. പിന്നെ ഈ അഴിമതിക്കാരനെന്ന് കുപ്രസിദ്ധനായ അയാളെ തൃപ്പൂണിത്തുറക്കാർ കേരളീയർ മൊത്തം ചുവക്കേണ്ടതായിട്ട് വരും. ഇന്നസെൻറ്റിൻ്റെ ലോക്സഭാ വിജയം നടൻ ശ്രീനിവാസൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഊർജം പകരുന്നുണ്ടോ? ഇന്നസെൻറ്റിൻ്റെ വിജയം ഒരു വലിയ അത്ഭുതം തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ചാലക്കുടി മണ്ഡലത്തിൽപ്പെട്ടതാണ്. ഞാനും വിചാരിച്ചില്ല അദ്ദേഹം ജയിക്കുന്നത്. കാരണം ചാലക്കുടി കേരളത്തിലെ ഏറ്റവും ഉറച്ച കോൺഗ്രസ് മണ്ഡലമാണ്. പാർലമെൻറ്റിലേക്ക് UDF മണ്ഡലമല്ല, കോൺഗ്രസ് മണ്ഡലമാണ്. മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിന് ജയിക്കാവുന്ന കേരളത്തിലെ ഒരുപക്ഷെ ഏക സീറ്റ് ചാലക്കുടിയായിരിക്കും. ചാലക്കുടിയുടെ ഒരു സാമുദായികമായ സാഹചര്യങ്ങളും അതിൻ്റെ ഒരു കോമ്പോസിഷനും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു കിടപ്പും എല്ലാം കോൺഗ്രസിന് അനുകൂലമാണ്. പഴയ കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങൾ ചേർന്നാണ്. അവിടെ ഈ നായർ
സിറിയൻ ക്രിസ്ത്യൻ, അതുപോലെ മുസ്ലിം, ഈ 3 വിഭാഗക്കാരും കൃത്യമായിട്ട് കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യുന്നവരാണ്. കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്യുന്നവരാണ്. കൈപ്പത്തിക്കല്ലാതെ വേറൊന്നിനും ചെയ്യാൻ പറ്റാത്തവരാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇന്നസെൻറ്റിനെ പോലത്തെ ഒരു സ്ഥാനാർത്ഥി, ഇന്നസെൻ്റ് എന്നുള്ളതല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി, ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാൻ അസാധ്യമാണ്. മാത്രമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി വളരെ പ്രബലനാണ്. അതിപ്രഗത്ഭനും പാർലമെൻറ്റേറിയനുമായിട്ടുള്ള PC ചാക്കോയാണ്. ചാക്കോയെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിന്ന് വളരെ ഈസിയായിട്ട് പുഷ്പം പോലെ ജയിക്കാം. ഒരു 50,000 മേൽ ഭൂരിപക്ഷത്തോടെ ഈസിയായിട്ട് ജയിക്കാം. 7-ൽ 6 മണ്ഡലത്തിൽ ചാക്കോയിൽ ലീഡ് ചെയ്യാം. കയ്പമംഗലം ഒഴിച്ച്. കയ്പമംഗലം കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. പിന്നെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് പഴയ കൊടുങ്ങല്ലൂരല്ല, പഴയ മാളയാണ്. പിന്നെ ചാലക്കുടി, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ, കുന്നത്തുനാട്. അപ്പോൾ പഴയ മുകുന്ദപുരം തന്നെ ഒരു കോൺഗ്രസ് കോട്ടയാണ്. ആ കോൺഗ്രസ് കോട്ടയായിരുന്ന മുകുന്ദപുരത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ കൂടുതലുള്ള ഇരിങ്ങാലക്കുട, തൃശ്ശൂർക്ക് പോവുകയും കോൺഗ്രസ്സുകാർ കൂടുതലുള്ള കുന്നത്തുനാടും ആലുവയും ഇതിനോട് ചേരുകയും ചെയ്തു. പഴയ വടക്കേക്കരയുടെ ഭാഗങ്ങളുമൊക്കെ എറണാകുളം മണ്ഡലത്തിലേക്ക് പോയി. അങ്ങനെ എങ്ങനെ നോക്കിയാലും കോൺഗ്രസിൻ്റെ ഒരു ശക്തി ദുർഗമാണ് ചാലക്കുടി. അവിടെ ഇന്നസെൻറ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന മെച്ചം ഒന്നാമത് ചാക്കോയെ കോൺഗ്രസ്സുകാർ കാലുവാരി. കോൺഗ്രസ് ഈ കതറിട്ട് നടക്കുന്ന ആൾക്കാർ മുഴുവൻ ചാക്കോയ്ക്ക് എതിരായിരുന്നു. അവർ ചാക്കോയുടെ നിന്ന് കാശ് വാങ്ങിക്കുകയും ചാക്കോയ്ക്ക് എതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. അതും ഒരു കാരണമാണ്. രണ്ടാമത് KP ധനപാലന് സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു സാമുദായികമായ ഒരു ചേരിതിരിവ് ഉണ്ടായിരുന്നു. സാമുദായികമായിട്ട് ഈഴവ സമുദായക്കാർ ഏറെക്കുറെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ ചാക്കോയ്ക്കെതിരെ പ്രവർത്തിച്ചു. അതുകൂടാതെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റിന് ഉള്ളൊരു സ്വീകാര്യത അത് വളരെ കൂടുതലാണ്. അദ്ദേഹം ഈ TV യിലൊക്കെ സ്ഥിരമായിട്ട് കാണുകയും സീരിയലിലും അതുപോലെ സിനിമയിലും പരസ്യത്തിലും ഒക്കെ ഇന്നസെൻറ്റ് നിറഞ്ഞു നിൽക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു സ്വീകാര്യതയാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരന് ആണെന്ന് പറയാവുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ചിഹ്നം മൺകുടമായിരുന്നു. ഈ മൺകുട അടയാളത്തിലൊക്കെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിക്കാൻ വെച്ചാൽ വലിയ ഒരു നല്ല ചിഹ്നം കൂടിയല്ല. എന്നിട്ടും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയിൽ കൂടി ഉണ്ടാക്കിയ ഒരു സ്വീകാര്യത. അദ്ദേഹം നമ്മുടെ ഒരാളാണ് എന്ന് തോന്നൽ. സ്ത്രീ വോട്ടർമാർ, സ്ത്രീകളാണ് അദ്ദേഹത്തിന് വേണ്ടി വളരെയധികം സപ്പോർട്ട് ചെയ്ത് സഹായിച്ച്. പിന്നെ ഇന്നസെൻറ്റ് ഗുണകരമായൊരു സാഹചര്യം സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുകയും നമ്മുടെ നരേന്ദ്രമോദിയുടെ തരംഗം വന്ന് ഏതാണ്ട് BJPയുടെ വോട്ടുകൾ ഇരട്ടിയിലധികം വർദ്ധിച്ചു. BJPക്ക് ഒരു 40,000 വോട്ടുള്ളൂ. പക്ഷേ BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ ഏതാണ്ട് 92,000 വോട്ട് പിടിച്ചു. അപ്പോൾ ഇതിലൊരു 50,000 വോട്ട്, 50,000-ൽ ഒരു 40,000 വോട്ട് അന്യഥാ കോൺഗ്രസ്സിന് കിട്ടേണ്ടിയിരുന്ന നായർ വോട്ടുകളായിരുന്നു. ആ വോട്ട് സത്യത്തിൽ ചാക്കോയുടെ പെട്ടിയിൽ നിന്ന് കുറയും, ഗോപാലകൃഷ്ണനിൽ പോവുകയും ചെയ്തു. അതാണ് സത്യത്തിൽ ഒരു വലിയ. പിന്നെ മുസ്ലിം വോട്ടർമാരുടെ ഇടയിൽ ചെറിയ ഒരു തിരിവ് ഉണ്ടായി. ആം ആദ്മി സ്ഥാനാർത്ഥി ഒരു നൂറുദ്ദീൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അയാൾ കുറേ വോട്ട് പിടിച്ചു. ഈ വോട്ടുകളൊക്കെ പോയത് സത്യത്തിൽ ചാക്കോയുടെ പെട്ടിയിൽ നിന്ന്. അങ്ങനെയാണ് ചാക്കോ തോറ്റുപോയത്. പക്ഷേ ഇന്നസെൻ്റ് എന്നുള്ള സ്ഥാനാർത്ഥി വളരെ പ്രധാനമായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലുള്ള ജനസ്വീകാരനായ വ്യക്തികളെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അണിനിരത്തുന്നത് ശരിക്കും LDFന് ഒരു മുതൽക്കൂട്ടാകില്ലേ? തീർച്ചയായിട്ടും LDF ഇങ്ങനെയുള്ള പരീക്ഷകൾ എപ്പോഴൊക്കെ നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ അത് വിജയകരമായിട്ടുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. ആദ്യം ഇങ്ങനെ ഒരു പരീക്ഷ നടന്നത് 1987-ലാണ്. 87-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രതിരോധത്തിലാണ് നിന്നിരുന്നത്. ഡിഫൻസിലാണ് കളി തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ MV രാഘവൻ പാർട്ടി വിട്ടുപോയി. വി രാഘവൻ പാർട്ടി വിട്ടുപോയെന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടി എത്ര വോട്ട് ഭിന്നിപ്പിക്കും, അത് LDFന് എന്തുമാത്രം ദോഷകരമാകും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ടായിരുന്നു. ഒരു കാര്യം. രണ്ടാമത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് വളരെ കാലമായിട്ട് മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പോയി. അപ്പോൾ മലബാർ ഭാഗത്തൊരു വലിയ തിരിച്ചടി പാർട്ടി പ്രതീക്ഷിച്ചു. ആ ഘട്ടത്തിലാണ് ധൈര്യസമേതം ഇങ്ങനെ കുറേ സ്ഥാനാർത്ഥികൾ, കുറേ ചെറുപ്പക്കാർക്ക്, CPM സാധാരണ ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കാത്ത പാർട്ടിയാണ് 87 വരെ. നിയമസഭയിലേക്ക് ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കാറില്ല. പാർലമെൻറ്റിലേക്ക് AK ബാലനൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് സുരേഷ് കുറുപ്പിനെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഒഴിച്ചാൽ പൊതുവേ ഒരു വൃദ്ധന്മാരുടെ പാർട്ടിയാണ് CPM എന്നുള്ളതാണ് കൺസെപ്റ്റ്. പക്ഷേ ആ 87 തെരഞ്ഞെടുപ്പിൽ എന്താ വെച്ചാൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തു. അന്ന് ആദ്യമായിട്ട് മത്സരിച്ചാണ് M ദാസൻ, M വിജയകുമാർ, S ശർമ്മ, പിന്നെ ജെയിംസ് മാത്യു, മത്തായി ചാക്കോ. ഇവരൊക്കെ ആദ്യം മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിലാണ്. കുറേ ചെറുപ്പക്കാർക്ക്, അതുപോലെ സ്ത്രീകൾക്ക് ഒരുപാട് സ്ത്രീ സ്ഥാനാർത്ഥികളെ MC ജോസഫ് അതിനൊക്കെ ആദ്യ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് അന്നാണ്. അതുപോലെ തന്നെ ഈ സാംസ്കാരിക രംഗത്തൊക്കെ മറ്റു തരത്തിൽ പ്രസിദ്ധരായ ആളുകളെ ഇടതുപക്ഷ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തി. ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ, എറണാകുളം കോൺഗ്രസിൻ്റെ കോട്ടയാണ്. എറണാകുളത്തൊരു മാറ്റം ഉണ്ടാക്കിയത് MK സാരു, അത് മഹാരാജ് കോളേജിൽ റിട്ടയർ ചെയ്തിട്ടുള്ളൂ. സാരു ഭാഷയുടെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നം മയിലായിരുന്നു. ഞാനൊക്കെ ഈ സാരു ഭാഷയ്ക്ക് വേണ്ടി വോട്ട് വീട് വീടാതെ കയറി വോട്ട് പിടിച്ചാണ്. അങ്ങനെ അദ്ദേഹം സാരു ഭാഷ 10,000 വോട്ടിന് ജയിച്ചു. വലിയ അത്ഭുതമായിരുന്നു അന്നത്തെ കാലത്ത്. അതിന് മുമ്പ് അതിന് ശേഷമൊന്നും ഇടതുപക്ഷത്തിന് അങ്ങനെ ജയിക്കാൻ പറ്റുന്നൊരു സീറ്റല്ല എറണാകുളം. പക്ഷേ എറണാകുളത്ത് പോലും, അതുപോലെ കഴക്കൂട്ടത്ത് പ്രൊഫസർ നബീസ ഉമ്മാൻ,
അവർ മഹാരാജ് കോളേജിൽ ഉണ്ടായിരുന്ന പ്രൊഫസറാണ്, പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പളായി. ഇടതുപക്ഷക്കാരിയൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇടതുപക്ഷം സ്പോൺസർ ചെയ്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി. അങ്ങനെയാണ് കഴക്കൂട്ടം കോൺഗ്രസിൻ്റെ ഇത് പിടിച്ചെടുത്ത്. അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികളെ അവിടെ അവതരിപ്പിച്ചു. എല്ലാവരും ജയിച്ചില്ലെങ്കിലും ഇതുപോലെ ജയിച്ചവരും ഉണ്ടായിരുന്നു. പിന്നീട് 96 ഇത് തന്നെ ആവർത്തിച്ചു. കടമ്പനിട്ട രാമകൃഷ്ണൻ CPM ആയിട്ട് അങ്ങനെ പറയത്തക്ക ബന്ധമൊന്നുള്ള ആളല്ല, അത് ഒരു എക്സലൈറ്റ് ആയിട്ടാണ് നമ്മൾ കരുതിയത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ആറന്മുള മണ്ഡലത്തിൽ കൊണ്ടുവരുന്നു. ആറന്മുള കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റാണ്, കുത്തക സീറ്റാണ്. അങ്ങനെയുള്ള ആ സീറ്റിൽ കടമ്പനിട്ട സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും പ്രബലനായി MV രാഘവനായിരുന്നു നേതൃ സ്ഥാനാർത്ഥി. എന്നിട്ട് പോലും കടമ്പനിട്ട ജയിപ്പിച്ചു. അപ്പോൾ ഇത് അങ്ങനെ ആളുകളെ നിർത്തിയാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളെ സ്വീകരിക്കും, അംഗീകരിക്കുമെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണിക്കുന്നത്. ഈ ഐക്യ കേരളത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണയ്യർ, അതുപോലെ തന്നെ മുണ്ടശ്ശേരി മാസ്റ്റർ, ഡോക്ടർ AR മേനോൻ തുടങ്ങിയവരൊക്കെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയം നേടിയവരാണ്. ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ LDF പയറ്റും എന്ന സൂചനകളല്ലേ ശരിക്കും ശ്രീനിവാസൻ്റെ സ്ഥാനാർത്ഥിത്വം സൂചിപ്പിക്കുന്നത്? അത് അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ ശ്രീനിവാസൻ ഒറ്റയ്ക്കായിരിക്കില്ല, അദ്ദേഹം മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടില്ല. എങ്കിൽ പോലും മത്സരിക്കുകയാണെങ്കിലും ഒറ്റയ്ക്കായിരിക്കില്ല, ഇതുപോലെ വേറെയോ ആളുകളെ സ്ഥാനാർത്ഥികളായി കൂട്ടുന്നത് നല്ല സാധ്യതയുണ്ട്. VR കൃഷ്ണയ്യർ തൊട്ട് തുടങ്ങുന്ന കൃഷ്ണയ്യർ ആദ്യം മത്സരിക്കുന്നത് 52 മദ്രാസ് നിയമസഭയിലേക്കാണ്. അന്നും അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൊന്നും ആയിരുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണച്ച ഒരു സ്വതന്ത്രനായിരുന്നു. മുണ്ടശ്ശേരി മാഷ് ആദ്യം ജയിക്കുന്നത് 54 അദ്ദേഹവും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. CPM-നെ സംബന്ധിച്ചുള്ള സീറ്റ് കൊടുക്കുന്നതിന് ഇഷ്ടംപോലെ സീറ്റുകൾ കയ്യിലുള്ളതുകൊണ്ട് 70-75 സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 7, 8, 9, 10 സീറ്റുകൾ ആർക്കെങ്കിലും കൊടുക്കുന്നതിന് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജയം അത്ര സുനിശ്ചിതമല്ലാത്ത സാഹചര്യത്തിൽ വലിയ മത്സരമുള്ള മുന്നിൽ വരാൻ പോകുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ കിട്ടിയെങ്കിൽ പോലും ഉമ്മൻചാണ്ടി നയിക്കുന്ന UDF-നെ അങ്ങനെ ഒറ്റയടിക്ക് തകർത്ത് കളയാമെന്നുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ അഹങ്കാരമൊന്നും ഇടതുപക്ഷക്കാർക്കില്ല. അങ്ങനെ അഹങ്കാരം ഉണ്ടാകാനും പാടില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതിന് പറ്റിയതല്ല. ജയിക്കണമെങ്കിൽ നല്ലപോലെ പ്രവർത്തിക്കണം. ഈ നടൻ മമ്മൂട്ടി ചെയർമാനായ കൈരളി ചാനലിൽ വലിയ ലോകവും ചെറിയ ശ്രീനിയും എന്ന പ്രതിവാര പരിപാടി അവതരിപ്പിക്കുകയും ഒപ്പം തന്നെ CPM കേന്ദ്ര കമ്മിറ്റി പോലും പുകഴ്ത്തിയ ജൈവ പച്ചക്കറി കൃഷി അദ്ദേഹത്തിന് സ്വന്തമായ രീതിയിൽ വികസിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ശ്രീനിവാസനോട് തൃപ്പൂണിത്തറയിലെ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? തൃപ്പൂണിത്തറയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, തൃപ്പൂണിത്തറയിൽ നല്ല കേരളത്തിൽ ഏത് മണ്ഡലത്തിലും സ്വീകാര്യത കിട്ടാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ, ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അത് വച്ചിട്ട് നല്ല സ്വീകാര്യത കിട്ടാവുന്നതാണ് ഒന്നാമത്. രണ്ടാമത് തൃപ്പൂണിത്തറയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബാബുവിനെതിരായിട്ടുള്ള വികാരം ശക്തമായി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കുറേ കൂടി സ്വീകാര്യത കൂടുതലായിട്ട് കിട്ടാൻ സാധ്യത. നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകുമെന്ന തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ.